അപ്പോൾ നമ്മൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കഥകളിലൂടെ ഇനി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ, ഇങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങാൻ തന്നെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഈ റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്, വായനാശീലം തന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ എങ്ങനെ ഇത് വായിച്ചു തുടങ്ങും, അല്ലെങ്കിൽ എങ്ങനെ ഇത് വായിക്കാം. പലർക്കും ചിലപ്പോൾ ഗ്രാമറൊക്കെ പഠിക്കുന്നുണ്ടാവാം വീഡിയോസ് കണ്ട്, പക്ഷെ ഇത് വായിക്കുന്നത് എങ്ങനെയെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. അതുപോലെ തന്നെ റീഡിങ് എന്ന് പറയുന്നത്, റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു 5-6 വീഡിയോസ് ഇതുപോലെ സ്റ്റോറീസിൻ്റെ വീഡിയോസ് കറക്റ്റ് ഓർഡറിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ പോകുന്നത് എന്നും എങ്ങനെയാണ് അതൊരു ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ കറക്റ്റായിട്ട് തന്നെ വീഡിയോസ് കാണുക. ആഴ്ചയിൽ 2 വീഡിയോസ് വെച്ചിട്ട് നിങ്ങളുടെ റെസ്പോൺസ് വെച്ചിട്ട് കേട്ടോ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യും സ്റ്റോറീസിൻ്റെ കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരാണ് ദി ലെറ്റർ ഷീ നെവർ സെൻറ്റ്. ഓക്കെ, ദി ലെറ്റർ ഷീ നെവർ സെൻറ്റ്, അതായത് ഇതുവരെ അയക്കാത്ത ഒരു കത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ദി ലെറ്റർ ഷീ നെവർ സെൻറ്റ്. നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാത്തത് എന്നുള്ള അർത്ഥമാണ്. സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുക. സോ ദി ലെറ്റർ ഷീ നെവർ സെൻറ്റ് എന്നുള്ള ഒരു കുഞ്ഞു കഥയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. എവറി ഈവനിങ് അനിക walked to the old mailbox at the Wallfleet Street എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എവറി ഈവനിങ്, എല്ലാ ദിവസവും വൈകിട്ട് അനിക walked to the old mailbox. ഓൾഡ് മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയ ഒരു മെയിലിടുന്ന, കത്തയക്കുന്ന ഒരു പെട്ടി. അതിൻ്റെ അങ്ങോട്ട് നടക്കും കേട്ടോ. ഓക്കെ, വോൾഫ്ലീറ്റ് സ്ട്രീറ്റിൻ്റെ എൻഡ്, ആ സ്ട്രീറ്റിൻ്റെ പേരാണ്. അതിൻ്റെ എൻഡിലായിട്ടുള്ള ആ ഒരു മെയിൽ ബോക്സിലേക്ക്, ഈ ഓൾഡ് മെയിൽ ബോക്സിലേക്ക് ആര് നടക്കും? അനിക നടക്കും. എപ്പോൾ? എവറി ഈവനിങ്, എല്ലാ ദിവസവും വൈകിട്ട്. നോട്ട് ടു സെൻഡ് എനിത്തിങ് ബട്ട് ടു സിറ്റ് നിയർ ബൈ ആൻഡ് തിങ്ക്. ഓക്കെ, നോട്ട് ടു സെൻഡ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അയക്കാൻ വേണ്ടിയിട്ടല്ല. നോട്ട് ടു സെൻഡ് എനിത്തിങ് ബട്ട് ടു സിറ്റ് നിയർ ബൈ. ബട്ട് ടു സിറ്റ് നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ തൊട്ടടുത്ത്. ഓക്കെ, ആ മെയിൽ ബോക്സിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയാനാണ് നിയർ ബൈ എന്ന് യൂസ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ എത്ര വാക്കുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ നിയർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിനാണ് നിയർ ബൈ എന്ന് പറയുന്നത് കേട്ടോ. സോ നോട്ട് ടു സെൻഡ് എനിത്തിങ്, ഒന്നും അയക്കാൻ ല്ല, ബട്ട് ടു സിറ്റ് നിയർ ബൈ. എന്ത്? അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ടു തിങ്ക്. ഓക്കെ, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്താ ചിന്തിക്കുന്നത് നോക്കാം. ഇൻ ഹർ പോക്കറ്റ്, അവളുടെ പോക്കറ്റിൽ there was a worn out letter. worn out letter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴകിയ ഒരു ലെറ്റർ കേട്ടോ. പഴക്കം ചെന്ന ഒരു ലെറ്ററിനാണ് worn out, കീറിപ്പോയത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കീറി പറയുകയെന്ന് പറയില്ലേ, കീറി പറഞ്ഞത്, അതിനെയാണ് worn out എന്ന് പറയുന്നത് കേട്ടോ. there was a worn out letter. ഒരു ലെറ്റർ ഉണ്ട്. that folded and refolded 100 times. folded എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കുക, അത് refolded പിന്നെയും മടക്കിയ 100 times. റീഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെയും ചെയ്യുന്നതിനെയാണ് റീ എന്ന് പറയുന്നത്. അപ്പോൾ ഫോൾഡഡ് ആൻഡ് റീഫോൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി ഒരു 100 പ്രാവശ്യം മടക്കിയ ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ട് എന്ന്. ഇറ്റ് വാസ് അഡ്രസ്ഡ് ടു ഹെർ ഫാദർ. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അഡ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കത്ത് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയാനാണ്. ഇറ്റ് വാസ് അഡ്രസ്ഡ് ടു ഹെർ ഫാദർ, അത് അവളുടെ ഫാദറിന് വേണ്ടിയിട്ടായിരുന്നു. who had left her. ഓക്കെ, അത് ലെഫ്റ്റ് ഹെർ എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇട്ടിട്ട് പോയിന്ന് കേട്ടോ. who had left her when she was 10. ഓക്കെ, അതായത് അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ ഇട്ടിട്ട് പോയ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു ആ കത്ത്. ഷി ഹാഡ് റിട്ടൺ ഇറ്റ് 5 years ago എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം മുന്നാണ് അവൾ ആ കത്ത് എഴുതിയത് കേട്ടോ. ഷി ഹാഡ് റിട്ടൺ ഇറ്റ് 5 years ago. 5 വർഷം മുന്നാണ് അവൾ ആ കത്ത് എഴുതിയത്. എഴുതുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് റൈറ്റ് കേട്ടോ. അതിൻ്റെ V3 റിട്ടേൺ കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ഹാവ് വരുമ്പോൾ എപ്പോഴും V3 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഷി ഹാഡ് റിട്ടൺ ഇറ്റ്, അവൾ അത് എഴുതിയത് എന്നാണ്? 5 വർഷം മുന്നാണ്. 5 years ago. Poured all her anger, cautions and forgiveness into those pages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, poured എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക കേട്ടോ. അതായത് അവളുടെ ദേഷ്യവും അതുപോലെ ഒരുപാട് ചോദ്യങ്ങളും അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് പോയത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ forgiveness, ഓക്കെ,
എന്താണ് കൊടുക്കേണ്ട കുറേ മാപ്പ് അപേക്ഷകളും അങ്ങനെയൊക്കെ ആയിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, അവൾ അതിലേക്ക് ചെയ്തു. കഥകളാവുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി ലിറ്ററേച്ചറായിട്ട് സാഹിത്യപരമായിട്ടാണ് പറയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പോഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു എന്നാണ് അർത്ഥം. പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുക, പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു. അതുകൊണ്ടാണ് നമ്മളവിടെ പോഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഷി പോഡ് all her anger, her questions and എന്താണ് forgiveness into those pages. Okay, ആ പേജസിലേക്ക്, those pages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേജുകളിൽ, ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്, ഓക്കെ, ദോസ് ബുക്ക്, ആ ബുക്സ്, ഇങ്ങനെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദോസ് യൂസ് ചെയ്യുന്നത്. സോ ദോസ് പേജസ്, ആ പേജുകളിൽ. ബട്ട് ഷി നെവർ മെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരിക്കലും അവൾ അത് എന്ത് ചെയ്തിട്ടില്ല, മെയിൽ ചെയ്തിട്ടില്ല. ബട്ട് ഷി നെവർ മെയിൽഡ് ഇറ്റ്. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുക, മെയിൽ ചെയ്യുക. നെവർ മെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മെയിൽ ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. Some days she thought about sending it anyway. Okay, she thought about sending it എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. Some days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അവൾ ചിന്തിക്കാറുണ്ട് ഇത് അയക്കാമെന്ന്. Some days she thought about burning it. ചില ദിവസങ്ങളിൽ അവൾ ചിന്തിക്കും ഇത് ബേൺ ചെയ്ത് കളഞ്ഞാലോ എന്ന്. ബേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞാലോ എന്ന് ചില ദിവസങ്ങളിൽ ആലോചിക്കും, തോട്ട് ചെയ്യും. തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ നമ്മൾ തോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. Most days she just sat by the mailbox. അതെ, മിക്ക ദിവസങ്ങളിലും she just sat by the mailbox. By the mailbox എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൽ ബോക്സിൻ്റെ അടുത്തായിട്ട് വെറുതെ ഇരിക്കും. Listening to the footsteps of people passing by without knowing her story എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കഥകളൊന്നും അറിയാത്ത, വിത്തൗട്ട് നോയിങ് ഹെർ സ്റ്റോറി, അവളുടെ കഥകളൊന്നും അറിയാത്ത ആളുകളുടെ എന്താണ് ഫുഡ് സ്റ്റെപ്സ് ഉണ്ടല്ലോ, കാലടികൾ, ഇങ്ങനെ ശ്രദ്ധിച്ച് അവളിങ്ങനെ എല്ലാ ദിവസവും ഇരിക്കും. Tonight she finally made a decision. Okay, tonight എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി. Tonight ഇന്ന് രാത്രി. Okay, this night എന്നൊക്കെയാണ് പലപ്പോഴും പലരും പറയാറ്. അങ്ങനെ പറയണ്ട കേട്ടോ. ഇന്ന് രാത്രി എന്ന് പറയാനായിട്ട് tonight എന്ന് പറഞ്ഞാൽ മതി. Tonight she finally made a decision. ഒരു ഡിസിഷൻ എടുത്തു, ഒരു തീരുമാനം. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം. So she made a decision. അവൾ ഒരു ഡിസിഷൻ എടുത്തു. She took out the letter out. അവൾ ആ ലെറ്റർ പുറത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഷി റീഡ്സ് ഫോർ ദി ലാസ്റ്റ് ടൈം. അവസാനമായിട്ട് അവൾ അത് വായിച്ചു. അണ്ടർ ദി ഗോൾഡൻ ലൈറ്റ് ഓഫ് ദി സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൻ്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെളിച്ചത്തിൽ എന്ത് ചെയ്തു, ഈ അനിക എന്ന് പറയുന്ന പെൺകുട്ടി അവസാനമായിട്ട് ആ കത്ത് വായിച്ചു. ഷി സ്മൈൽഡ് സോഫ്റ്റ്ലി. അവൾ വളരെ സോഫ്റ്റായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഷി ടോർ ഇൻറ്റു ടൈനി പീസസ്. അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് അത് കീറിക്കളഞ്ഞു. ടോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിക്കളഞ്ഞു എന്നർത്ഥം കേട്ടോ. ലെറ്റിംഗ് ദം fall like paper snow in the wind. അതായത് ആ കാറ്റിൽ ഈ പേപ്പർ സ്നോ, അതായത് മഞ്ഞ് വീഴില്ലേ, അതുപോലെ ഈ പേപ്പർ എന്ത് ചെയ്തു, ആ സ്നോ പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, വീഴാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഈ ലിറ്ററേച്ചറായിട്ട് ഞാനിപ്പോൾ ഈ കഥകൾ ഇങ്ങനെ പഠിപ്പിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കഥകൾ പഠിപ്പിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബുക്സ് വായിക്കുമ്പോണ്ടല്ലോ ഇത് കൂടുതലും സാഹിത്യമായിരിക്കും. മലയാളം ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആവും, ഇംഗ്ലീഷിലും അതേപോലെ തന്നെ സാഹിത്യം കലർത്തിയിട്ടായിരിക്കും കഥകൾ ഉണ്ടാവാട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ആ ഇമേജ് വരണം. ഓക്കെ, പേപ്പർ സ്നോ പോലെ അത് ഫോളോ ചെയ്യുന്നു എന്ത്, ആ ലെറ്റേഴ്സ് എന്നുള്ളത് കേട്ടോ. ഇറ്റ്സ് ബെറ്റർ ടു സേ ഗുഡ് ബൈ. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗുഡ് ബൈ പറയുന്നതാണ് നല്ലത് അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടേ നടക്കും. അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് വലിയ വലിയ ബുദ്ധിമുട്ടുകളും വലിയ വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നതിനേക്കാളും മുമ്പ് അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ തീരുന്നതാണ് നല്ലത്. സോ ഇറ്റ്സ് ബെറ്റർ, അതാണ് നല്ലത്. എന്ത്, ഇറ്റ്സ് ബെറ്റർ ടു സേ ഗുഡ് ബൈ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന, ഗുഡ് ബൈ പറയുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ലൈഫിൽ നിന്നങ്ങ് എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത് എന്നാണ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്റ്റോറീസ്, അതായത് നിങ്ങൾക്ക് എന്താണ് ചെറിയ, അതായത് 5-10 മിനിറ്റ് 5-6 മിനിറ്റിലുള്ള സ്റ്റോറീസ് ഞാൻ എടുക്കുള്ളൂ. ഇത് 2-3 പ്രാവശ്യം ആഴ്ചയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ലാംഗ്വേജിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ചില ആളുകളുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇപ്പോൾ കുറച്ച് ലിറ്ററേച്ചറൊക്കെ കലർത്തി നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ചില ആളുകൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ, ഒരു കുറച്ചും കൂടി ലിറ്ററേച്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ ഈ കവികളും അങ്ങനെയുള്ള കുറച്ചും കൂടി
ഇതിലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളതിങ്ങനെ കേട്ടിരിക്കാറില്ലേ. അപ്പോൾ അതുപോലെ സംസാരിക്കാനൊക്കെ ഉള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ കൂടുതൽ മെറ്റഫേഴ്സും സിമിലീസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതൽ കഥകളും കവിതകളൊക്കെ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അതുമാത്രമല്ല ഗ്രാമറും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഹാസാവ് വരുന്ന സമയത്ത് V3 ഇടണമെന്ന് ഞാൻ പഠിപ്പിച്ചില്ലേ, ഓരോന്നിൻ്റെയും V2 ഫോം ഞാൻ പഠിപ്പിക്കുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കഥകളിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് പോകും. സോ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കഥയായിട്ട് കാണാം. English Bus. Learning Simplified.